ഒരു ചെമ്പിലുള്ളത് കുറുകി അങ്ങ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പകർത്തി ഇനി ഇത് എങ്ങോട്ടേക്കാ? ഇനിയിപ്പം നമ്മളിപ്പം പാർട്ടി വെച്ചിട്ടുണ്ട്. ഓരോ ഇത് മൊത്തം നമ്മളിപ്പോൾ അടിക്കുന്നത് വെച്ചാൽ 500 ചിക്കനാണ്. അപ്പം ഒരു 80, 70, 80, 120 ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ അടിക്കുക. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇറച്ചി നിൽക്കൂല, പൊട്ടിപ്പോകും. അപ്പോൾ അത് നമുക്ക് നല്ല നഷ്ടം ഉണ്ടാക്കും. കസ്റ്റമർക്കാണെങ്കിൽ ഒരു മറ്റേ എല്ലൊക്കെ മാത്രമായിട്ട് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇതാക്കാൻ വേണ്ടി നമ്മൾ കനം അതിൻ്റെ വെയിറ്റിനെ കുറച്ചിട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറേശ്ശായിട്ടാണ് നമ്മൾ കുറേശ്ശെ ഇട്ടങ്ങ് ഇതാക്കും. അതെ, ഇതെല്ലാം പകർത്തുകയാണ്. എന്നിട്ട് ചിക്കനിലോട്ട് ഇപ്പൊ ചിക്കനിലേക്ക് മാറ്റും. തൊട്ട് മുമ്പിൽ ചിക്കനിരിപ്പുണ്ട്. 80, 70 ഇങ്ങനെ ഓരോന്നിനും ഓരോ കണക്ക് കിലോ അല്ലേ ചിക്കന്? ഞാനിപ്പോ പറഞ്ഞത് ബിരിയാണിയുടെ എണ്ണമാണ്. ബിരിയാണിയുടെ എണ്ണ മാത്രമാണ് കിലോ കണക്കിനല്ല കേട്ടോ. എൻ്റെ മൈ മിസ്റ്റേക്ക്, സോറി. എത്ര സ്റ്റെപ്സ് ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും ആലോചിക്കാറില്ല, പെട്ടെന്ന് അങ്ങോട്ട് കഴിച്ചു തീരും. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ചിക്കൻ പൊടിയായിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഇട്ട് വേവിക്കുന്നു, മസാല ഉണ്ടാക്കിയിട്ട് വീണ്ടും ചിക്കൻ്റെ ഒപ്പിട്ട് ഒന്നുകൂടി വേവിക്കുന്നു, പിന്നെ അത് റൈസിനോട് ആഡ് ചെയ്യുന്നു. പല സ്റ്റെപ്പാണല്ലേ ഇത്. ശരിക്കും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടാക്കിയ ആ ഒരു സുഖവും പീസും എല്ലാം കൂടി അങ്ങ് പോയി കിട്ടും. വേണ്ട, ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണോണ്ട് തന്നെയാണ് പീസായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നതും അജ്വ ബിരിയാണിക്ക് ഇത്ര ആൾക്കാർ നന്നായിട്ട് അറിയപ്പെട്ടത്. ഇതിപ്പോ നമ്മള് പിന്നെ അതിൽ ഇപ്പം പുതിന കൊടുക്കുന്നുണ്ട്. അതായത് പുതിന ഇതിൽ നമ്മൾ വയറ്റുന്ന സമയത്തല്ല കൊടുക്കുക, ഇറച്ചിന്റെ മേളിൽ കൊടുക്കുക. അത് അവിടെ പുതിന കൊടുക്കുന്ന സിദ്ദിഖ് നമ്മള് സെയിം കാറ്റഗറിയിൽപ്പെട്ടതാണ്. 4 ടൈപ്പാന്നുള്ള പറഞ്ഞേ. ചിക്കൻ, മട്ടൺ, നമ്മുടെ ഫിഷ്, വെജ്. ബീഫ് എന്തില്ലാത്ത? ഇല്ല, ബീഫ് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ മട്ടൺ ഉള്ളപ്പോൾ ബീഫ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് സംശയം ഉണ്ടാവും. അത് തന്നെയാണോ? രണ്ടും തമ്മിലുള്ളൊരു ഇതിന്റെ സംശയം വരും. പിന്നെ അതുമല്ല, ബീഫ് എന്ന് പറയുന്നത് ആളുകൾ അതിങ്ങനെ നമ്മൾ ഇതുവരെ അങ്ങനെ വലിയൊരു ചോദ്യമൊന്നും വന്നിട്ടില്ല. എന്നുള്ള ചോദ്യം വന്നിട്ടില്ല. ബിരിയാണിയിൽ ടേസ്റ്റ് നല്ല നാടൻ ബീഫ് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതൊരു നഗ്നമായ സത്യമാണ്. നല്ല ടേസ്റ്റാണ്. നല്ല ബിരിയാണി എന്ന് പറയുന്ന മട്ടൻ ബിരിയാണിയും നല്ല ബീഫ് ബിരിയാണി. അതിന്റെ ടേസ്റ്റ് വേറെ ഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ അത് നമ്മളത് സ്പെഷ്യലായിട്ട് ചെയ്തിട്ട് ചെയ്യണം. അതായിട്ട് അല്ലെങ്കിൽ ഒരു ടുഡേ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ടല്ലോ ചില ഹോട്ടലുകളിൽ. നമ്മുടെ അവിടെ അപ്പുറത്തെ ബേർണേഴ്സ്, അതായത് ചിക്കനും മസാലയും പുതിനയിലയും കൂടി ഉള്ള ഇട്ട ബേർണേഴ്സൊക്കെ കത്തിച്ചു. ഇപ്പൊ അത് പതുക്കെ വെന്ത് തുടങ്ങും. ഇതിനകത്തോട്ട് ഇപ്പൊ ചിക്കൻ ഇടുന്നുണ്ട്. ഇത് എത്രയാ? ഇത് 110 ആണ്. 110 ബിരിയാണിയുടെ ആണ്. അതിനകത്തോട്ട് മസാല ഓൾറെഡി ഇതിനകത്തുണ്ട്. അത് പിന്നെ ഫിഷ് മസാലയ്ക്ക് വേണ്ടിയിട്ട് വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചിക്കൻ തട്ടി. ഇത് എത്രയൊക്കെ? ഇതും 110. അപ്പൊ രണ്ടും 110 ആണ്. ഇത് നമ്മൾ നേരത്തെ പുറമേ ഉള്ള മുളക് നേരത്തെ നമ്മൾ കൊടുത്തല്ലോ. നേരത്തെ നമ്മൾ ബോയിൽ ചെയ്തതിന് പുറമേ ഉള്ളത് അത് പോരാ എന്ന് തോന്നുന്നത് രണ്ടാമത് കൊടുക്കും. അത് ചിക്കന് കൊടുക്കും. അത് സ്ട്രൈറ്റ് കൊടുത്താൽ വെന്തോളും. അപ്പൊ അതിനകത്ത് രണ്ടാമത് ഇത്തിരി നന്നായിട്ട് ചതച്ച പച്ചമുളക് ചിക്കന്റെ പൊക്കത്തോട് ഇട്ടിട്ടുണ്ട്. അല്പം ഉപ്പ് കുറച്ചും കൂടെ അതിനാവശ്യമാണെന്ന് തോന്നുന്നത്. കൂടുതലും ആ ഒരു പച്ചമുളകിന്റെ നല്ല പച്ചമുളകാണ് അതിന്റെ മെയിൻ ആയിട്ട്. നമ്മൾ മറ്റുള്ള പിന്നെ സ്പൈസസ് ഒന്നും കൊടുക്കൂല. അത് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്യില്ല. നമ്മൾ ഇവിടുന്ന് നമ്മൾ തന്നെ ചെയ്യുന്നതാണല്ല മസാലകളല്ല നമ്മൾ തന്നെ സാധനങ്ങൾ എടുത്ത് വാങ്ങിച്ച് പൊടിച്ച് ചെയ്യുന്ന. അതാണ് നേരത്തെ പറഞ്ഞ തനതായ ഞങ്ങളുടെ സ്വന്തം ശൈലി. നല്ല തിക്ക് ഗ്രേവി ആകുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ ഇറച്ചിൻ്റെ അടുത്ത് വേവുന്ന നേരം പുറത്തേക്ക് വരുന്ന വെള്ളവും ഇതും കൂടി ആകുമ്പോൾ കുറച്ച് കറക്റ്റ് മിക്സ് ആവും. അല്ലെങ്കിൽ നമ്മൾ ഗ്രേവി തിക്കായിട്ടില്ലെങ്കിൽ വെച്ചാൽ വെള്ളം കൂടുതലായിരിക്കും. ആ വെള്ളം കോരി കളയുന്നത് ടേസ്റ്റാണ് കോരി കളയേണ്ടത്. കാരണം ഇറച്ചിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളമാണെങ്കിൽ ആ വെള്ളമായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഇതിപ്പോൾ ഇതിൽ നിന്ന് വളരെ കുറച്ച് ലൈറ്റായിട്ടുള്ള വലിയ ചൂടിലല്ല, കുറച്ച് ലൈറ്റായിട്ടുള്ള ചൂടിൽ വെച്ചാൽ കുറച്ച് സമയം വേണം. ഇത് പെട്ടെന്നാവും. ഇതൊരു 1 മണിക്കൂർ അല്ലേ? എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒന്നാവട്ടെ അല്ലേക്കാ. മൂടി വയ്ക്കാൻ പോകല്ലേ? മൂടാൻ പോകണം. ചെറിയ മിനുക്കും കൂടിയുണ്ട്. കാരണം
കുറച്ചും കൂടി ചൂട് പിടിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഡ്രൈ ആയി കിടക്കും. ഓഹോ. അപ്പം പിന്നെ വൃത്തിയായി കിട്ടൂല. കാരണം ഇത് നമ്മൾ ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ആ ചോറിന്റെ കളർ കംപ്ലീറ്റ്. ഇതിന്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച സവോള ഇതൊന്ന് ബോയിലായി കഴിഞ്ഞാൽ ഒരു 50% ബോയിലായി കഴിഞ്ഞാൽ ഉടനെ ആ സവോള കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കുഴഞ്ഞ് ഒന്ന് പേസ്റ്റ് ആയി കിട്ടും, കുറച്ചും കൂടി പേസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാം. അവിടെ ഓരോ സൈഡിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വരും. ആദ്യം നമ്മളത് അടച്ചാണല്ലോ, അപ്പോൾ അതിനകത്ത് ആദ്യം ഇടും. ഇപ്പോൾ പുതിന ഇടുന്നുണ്ട്. പതുക്കെ ഇതങ്ങ് മൂടി വയ്ക്കും. ഏകദേശം ഒരു 50% ആകുമ്പോഴത്തേക്കും നമ്മുടെ പൊരിച്ചു വെച്ച ഉള്ളി ഇടും. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച ചിക്കൻ ഏകദേശം 50% കുക്ക്ഡ് ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കുന്നു. ഇനി നമ്മൾ ഈ ഇളക്കിയാലോട്ടല്ലേ നമ്മുടെ പൊരിച്ച ഉള്ളി സവോള ഇടാൻ പോകും. ഇതിലിപ്പോൾ പൊരിച്ച ഉള്ളി കൊടുക്കാം. നമ്മൾ അത് നേരത്തെ ഇളക്കി കഴിഞ്ഞു. ഇനി അതിനകത്ത് പൊരിച്ച ഉള്ളി ഇടാൻ പോവാ. സവാള തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ സവാള. ഉള്ളി അല്ല, അങ്ങോട്ടും സവോള തന്നെ. ചില സ്ഥലങ്ങളിൽ വെല്ലുള്ളി എന്ന് പറയും. വെല്ലുള്ളി എന്ന് പറയും. ശരിക്കും നന്നായിട്ട് പൊരിച്ചുള്ള സവോള അതിനകത്ത് ഓൾറെഡി ഇട്ട് പേസ്റ്റ് ആക്കണത് അതും വേറൊരു സീക്രട്ടാണ്. ഗോൾഡൻ ബ്രൗൺ കളർ. ഈ കളർ നമ്മൾ വളരെ പ്രധാനമാണ്. ഇതിന്റെ പൊരിക്കുമ്പോൾ ഈ കറക്റ്റ് കളർ കിട്ടണം. അല്ലെങ്കിൽ അത് ഈ കളർ ബാധിക്കുന്നത് ഇറച്ചിക്കായിരിക്കും. ഇറച്ചിനെ കുറച്ച് മുരിഞ്ഞ് അല്പം കൂടുതൽ മുരിഞ്ഞാൽ ആ കളറും ഇറച്ചിയാണ് അനുഭവിക്കേണ്ടത്. അതിൽ കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം.